അവസാനിക്കും. രാഘവ, മാധവി, എല്ലാരും പെട്ടെന്ന് വാ. ഹായ് നന്ദിനി. ഹലോ ദേവേട്ടൻ. ഇതെന്താ ഇങ്ങനൊരു വേഷം? അത് ഒരു രസം. ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാലുടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈലി എടുത്ത് കൊടുക്കും. മാറ്റണം, മാറ്റാം. അമ്മ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാൻ വേണ്ടി ഞാൻ തന്നെ മുറി വന്നായിരുന്നു. അപ്പൊ നീ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിന് മുമ്പ് പറയായിരുന്നില്ലേ? അല്ല, അപ്പൊ ഞാൻ കുളിക്കുകയായിരുന്നു. അല്ല, എന്റെ കുളി കഴിഞ്ഞപ്പോഴല്ലേ അമ്മാവൻ കുളിച്ചത്? അല്ല, നിന്റെ കുളിക്ക് ശേഷം കുളിച്ചത് നിന്റെ അമ്മായിയായിരുന്നു. അല്ലല്ലല്ല, ഞങ്ങളുടെ കുളിക്ക് മുൻപായിട്ടല്ല അമ്മാവൻ കുളിച്ചത്. എന്റെ കുളിയും അമ്മാവന്റെ കുളിയും നടക്കുന്നതിന് മുൻപായിട്ട് ഈ വീട്ടിൽ വേറെ ആരെങ്കിലും കുളിച്ചോ എന്നുള്ളതാണ്. എന്തോന്നാ ദേവേട്ട ഇത്? കുളി കോമ്പറ്റീഷനോ? ഈ ദേവേട്ടന് ഒരു മാറ്റമില്ലല്ലേ? പഴയതുപോലെ തന്നെ. ആ, നിങ്ങളുടെ കുളി ഡിസ്കഷൻ നടക്കട്ടെ. അതിനിടയ്ക്ക് എനിക്ക് ഏതായാലും ഒന്ന് കുളിക്കണം. അല്ല മഹാദേവ, പിന്നെ ഈ കാറും ഷെഡിലിട്ടേരെ. യെസ്, ഡോക്ടർ രാജഗോപാൽ ഹിയർ. ആ, തമ്പി സാർ. എന്താ സാർ? പിന്നെ എന്റെ മോളുണ്ടല്ലോ, നന്ദിനി FRCS, അവള് ലണ്ടനിൽ നിന്ന് വന്നു. ഇന്ന് അത്താഴം നമുക്ക് ഒരുമിച്ചാവാം. കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാവാം. അല്ല, അതിപ്പോ ഇവിടുത്തെ തിരക്ക് സാറിന് അറിയാമല്ലോ. ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. രോഗികൾക്ക് പരമാവധി സേവനം കൊടുക്കുക എന്നുള്ളതാണല്ലോ ഒരു ഡോക്ടറെ കടമ. വേണ്ട വേണ്ട വേണ്ട, ഒഴിവഴി ഒന്നും പറയണ്ട. രാത്രി അരമണിക്കൂർ മാറി നിന്ന് വെച്ച് ആകാശം ഒന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. അതിനിടെ വല്ല രോഗികളും ചാകുകയാണെങ്കിൽ അങ്ങോട്ട് ചാകട്ടെ. കൊല്ല പിന്നെ ഡോക്ടർ വരണം. ആ, ശരി, വെക്കട്ടെ. ആ, സാവിത്രി, ഗംഭീരമായ ഒരു അത്താഴം ഇന്ന് റെഡിയാക്കിക്കോ. രാത്രി ഡോക്ടർ വരും. കല്യാണക്കാരി ഇന്ന് തന്നെ നമുക്ക് തീരുമാനിക്കണം. മോശാട്ടെ അവിടെ ആര്? ആ മഹാദേവൻ. ഡോക്ടർ വരുമ്പം അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം. ശല്യം. മഹാദേവാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മാവൻ പൊയ്ക്കോ അമ്മാവൻ പൊയ്ക്കോ. നന്ദിനി ഇപ്പൊ വരും. എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. പോകൂ. പിന്നെ കുളി കഴിഞ്ഞ് ഗാർഡനിൽ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ആണോ? അപ്പൊ ഞാൻ വന്ന് എത്ര നന്നായി. എന്താ അമ്മാവ? ഇപ്പൊ നീ സംസാരിച്ചാൽ ആകെ കുളവാകും മഹാദേവ. ഇന്നലെ നിന്നെ പുകഴ്ത്തി ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി, ഫലം ഉണ്ടായില്ല. ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടു. എന്തിന്? പട്ടണത്തിൽ പോയി ഒരു സിനിമ കണ്ടേച്ചു വാ. ഒരു പുതിയ ഹിന്ദി സിനിമ കളിക്കുന്നുണ്ടല്ലോ, ദീപാലി ചാവാലി ദിൽബലിഹും. ദുൽഹനിയ ലേ ജായേംഗെ, അതാണ്? അത് തന്നെ. അതിന്റെ കഥ അറിയോ നിനക്ക്? അറിയില്ല. ആ, ഇതാ നിന്റെ കുഴപ്പം. അതിന്റെ കഥ ഞാൻ പത്രത്തിൽ വായിച്ചതാ. ഓഹോ. നന്ദിനിയെ പോലെ ലണ്ടനിൽ പഠിച്ച നായിക, അവളെ വശത്താക്കാൻ 18 അടവും പ്രയോഗിക്കുന്ന നായകൻ. അതിൽ 18 പഠിക്കണമെന്നൊന്നുമില്ല. ഒരു 4-5 അടവെങ്കിലും പഠിക്കാതെ ഇനി നീ അതിനോട് സംസാരിക്കണ്ട. അത് അപകടമാ. അച്ഛനിൽ സിനിമ കണ്ടേച്ചുവാ. അത് എങ്കിൽ ഞാൻ നന്ദിനിയെ കൂടി വിളിക്കാം. ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായ അമ്മാവ. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവൾ ആ സിനിമ കണ്ടാൽ നീ പ്രയോഗിക്കുന്ന അടവെല്ലാം സിനിമയെന്ന് കണ്ടുപഠിച്ചാണെന്ന് അവക്ക് മനസ്സിലാവില്ലേ? ഓ, കറക്റ്റ്. വിട്ടോ, സ്ഥലം വിട്ടോ. രൂപ എന്റെ പിന്നെ ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് അമ്മാവന് നന്ദിനിക്ക് കൊടുക്കണം. ഇത് നന്ദിനിക്ക് ഞാൻ കൊടുക്കണം. കൊടുക്കാം. ഓ, എന്റെ ദൈവമേ, ഇത് ആരായി വന്നിരിക്കുന്നേ? സാവിത്രി, നന്ദിനി, ഡോക്ടർ വന്നു. ഞാൻ കേറുന്നില്ല, നിർബന്ധിച്ചതുകൊണ്ട് വന്നു മാത്രം.
ഒരു ആസ്മ പേഷ്യന്റ് അവിടെ ശ്വാസം മുട്ടി കിടക്കുകയാണ്. ഓ, ആസ്മാ രോഗി പിന്നെയും വന്നോ? അവന്റെ ബന്ധു കൂടെയുണ്ടോ? നല്ല തടിമുടുക്കുള്ള ഒരു മാന്യൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ? ഏയ് ഒന്നുമില്ല. ഇവിടെ വരെ വന്നിട്ട് കേറാതെ പോകാനോ? നന്ദി എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. വന്നാട്ടെ. ഓക്കെ, പക്ഷെ സംസാരിക്കാനൊന്നും സമയമില്ല. ഓ പിന്നെ വാ ഡോക്ടർ. ഓ, ഇത്രയും ദിവസമായിട്ട് ഇപ്പോഴാണോ ഒന്ന് വരാൻ തോന്നിയത്? ആ മോളെ, ഇത് ആരാണോ നോക്കിയേ? ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ കാഴ്ചക്ക് ഇത്രയും സുന്ദരനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലേ? പ്ലീസ് ടു മീറ്റ് യു ഡോക്ടർ. ഹലോ. ഇരിക്കു ഡോക്ടറെ. മോളെ, അമ്മ എവിടെ? സൗത്രിയെ ഒന്ന് വന്നിട്ട് പോയേ. ആ, എന്താ മോളെ നീ ഡോക്ടറോട് സംസാരിക്കാത്തത്? അല്ല, ആസ്മ രോഗി. ഓ പിന്നെ ഒരു ആസ്മാ രോഗി. ഏത് ആസ്മ രോഗി? അത് ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ഒരു ആസ്മ രോഗിക്ക് ശ്വാസം മുട്ടലായിരുന്നു. ഓഹോ, എന്നിട്ട് എന്ത് മരുന്ന് കൊടുത്തു? അത് മരുന്നൊന്നും കൊടുത്തില്ല. കൊടുത്തില്ലേ? ഇല്ല. ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെങ്കിൽ മരുന്ന് കൊടുക്കാതെ എങ്ങനെയാ? അത് മിക്ക രോഗങ്ങൾക്ക് ഞാൻ മരുന്ന് കൊടുക്കാറില്ല. അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ മരുന്ന് കൊടുക്കാതെ പല മരുന്നുകളുടെ പേര് പോലും ഞാൻ മറന്നുപോയി. What do you mean? വിളിച്ചോ? പിന്നെ വിളിക്കാതെ. നമ്മുടെ സുന്ദരനായ ഡോക്ടറെ നീ കണ്ടിട്ടില്ലല്ലോ? കണ്ടു, കണ്ണ് നിറയെ കണ്ടു. അച്ഛൻ എന്തിനാ ഇദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് സുന്ദരനായ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഡോക്ടർ സുന്ദരനായതുകൊണ്ട്. പൊടി. പിന്നെ സാവിത്രി, കൂട്ടൊക്കെ പെട്ടെന്ന് എടുത്തു വെച്ചോ. നിങ്ങൾ ഡോക്ടർമാരായി, ഡോക്ടർമാരെ പാടായി. അവർ സംസാരിക്കട്ടെ, നമ്മളിവിടെ നിൽക്കണ്ട. അല്ല, ആസ്മ പേഷ്യന്റ്. ആസ്മ പേഷ്യന്റ് പടിയായി. ഡോക്ടർ അവിടെ ഇരുന്നേ. സംസാരിച്ചു. മരുന്ന് കൊടുക്കാതെ രോഗം മാറ്റുന്നത് എങ്ങനെ ഡോക്ടർ? സാധിക്കും. ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. എനിക്ക് മനസ്സിലായില്ല. എനിക്കും മനസ്സിലായി വരുന്നതേ ഉള്ളൂ. മിക്ക രോഗങ്ങളെയും ഞാൻ സമീപിക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടാണ്. പേഷ്യൻസിന്റെ സൈക്കോളജി, അതിന്റെ കൂടി വല്ലപ്പോഴും ഇത്തിരി അലോപ്പതി. അലോപ്പതി സൈക്കോളജി, സൈക്കോളജി അലോപ്പതി. അതാണ് എന്റെ രീതി. അച്ഛൻ എവിടെ? ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? ഈ രക്തവാദം കൊണ്ടുണ്ടാവുന്ന ഒരു തരം വ്രണമില്ല, ഉവ്വ്. അനാസിൻ ഗുളിക കൊടുത്ത് ഞാൻ ഭേദപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തൽ. എല്ലാം ഇവിടെ ഉണ്ട്, നമ്മൾ കണ്ടെത്തണം. ആഫ്രിക്കയിലെ ബറൂണ്ടി മലയിടുക്കുകളിൽ കൊങ്കോമ എന്ന ആദിവാസികൾക്ക് അറിയാവുന്ന ഒരു പച്ചലയുണ്ട്. ആ ഇല ക്യാൻസറിനെ പരിപൂർണമായി ഭേദപ്പെടുത്തും. No, it's impossible. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. വെനിസുലയിലെ ഗ്രാമീണർ നമ്മുടെ ഈ കറിക്കത്തി ഉപയോഗിച്ച് ഹൃദയ ശസ്ത്രക്രിയ നടത്തും. I can't believe all these things. യു ഹാവ് ടു. മിസ് നന്ദിനി പഠിച്ചത് തിയറി, ഞാൻ പറയുന്ന റിയാലിറ്റി ഇൻ പ്രാക്ടീസ്. ഡോക്ടർ എന്നെ ഒരു ഫൂളാക്കാനുള്ള ശ്രമമാണോ? അതുകൊണ്ട് എനിക്കുള്ള നേട്ടം മിസ് നന്ദിനി ഒന്ന് മനസ്സിലാക്കണം. FRCS വലിയ പഠിത്തമായിരിക്കും, പക്ഷേ 3 ലോക രാഷ്ട്രങ്ങളിലുള്ള അത്രയും വിവിധതരം രോഗങ്ങൾ ലണ്ടനിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അത്രയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കില്ല. അറിഞ്ഞുകൂടാത്തതിനെല്ലാം ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് വിവരക്കേടാണ്. മനസ്സിലായോ? I'm sorry, doctor. ഇറ്റ് ഇസ് ഓൾ റൈറ്റ്. എന്തോ രോഗം, മരുന്ന്, ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇമോഷണലായി പോകും. ഐ എം ഓൾസോ സോറി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. എനിക്കറിയാത്തതൊക്കെ ഇല്ലാത്താണെന്ന് ഞാൻ ധരിക്കുന്നത് തെറ്റാണ്. എനിഹൗ യു ആർ എ വെൽ ഇൻഫോംഡ് ജീനിയസ്. താങ്ക് യു. ഞാനങ്ങോട്ട് വരുവാന്നേ. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങളോട് രണ്ടുപേരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതെന്ത് കാര്യം അച്ഛാ? അത് പറയുമ്പോ കേട്ടോ. പറയട്ടെ? എനിക്ക് പറയൂ. പറഞ്ഞോട്ടെ. അതിനെന്താ? എന്റെ ഒരേ ഒരു ആഗ്രഹമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഓ, പോകുന്ന വഴിക്ക് ഒരു പൂച്ച കുറുകെ ചാടി. അപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നമാകുന്നു. ഡോക്ടറിന്റെ ആശുപത്രി പോകാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. ഞാനിവിടെ നിൽക്കില്ലേ, നിന്ന് കറങ്ങല്ലോ. കാഷ്വാലിറ്റിയിൽ ആരെങ്കിലും വന്നാൽ ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് അറിയാലോ. ഡോക്ടർ അതോട്ട് വന്നല്ലേ മഹാദേവ? അവസാനമായിട്ടല്ലല്ലോ. അമ്മാവൻ അറിയില്ലേ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്? ഓക്കെ ഓക്കെ മിസ് നന്ദിനി, ഞാൻ പോകുന്നു. നൈസ് മീറ്റിംഗ് യു ഡോക്ടർ. It's my ഓക്കെ pleasure. ഓക്കെ ഓക്കെ, ഭക്ഷണം വിളമ്പി ഞാൻ വെച്ചായിരുന്നു. കഴിച്ചോളാം. ഞാനിപ്പോ ഏതായാലും വന്നത് നന്നായി. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നന്ദിനിക്ക് ബോധ്യപ്പെടാൻ ഒരു അവസരം കിട്ടിയല്ലോ. എടാ, ഫസ്റ്റ് ഷോ ഹൗസ്ഫുൾ ആയെന്ന് വെച്ച് നിനക്ക് സെക്കൻഡ് ഷോ ശ്രമിച്ചുകൂടായിരുന്നോ? ഇതാ നിന്റെ കുഴപ്പം. തിയേറ്ററിൽ ചെന്നപ്പോൾ നോട്ടീസും പാട്ടുപുസ്തകവും കിട്ടി, കഥാസാരം പിടികിട്ടി, നന്ദിനിയെ വശത്താക്കാനുള്ള ചില അടവുകൾ പഠിച്ചു. എനിക്ക് നല്ല വിശപ്പ്, അകത്തേന്ന് വല്ലതും കഴിക്കട്ടെ. സാവിത്രി, ആ മേശപ്പുറത്തിരിക്കുന്ന ആഹാരം എടുത്ത് ഫ്രിഡ്ജ് വെച്ചോ. മഹാദേവൻ വരുന്നുണ്ട്, കുറച്ച് കഞ്ഞി വിളമ്പിക്കോ. മുറി മുഴുവനും തിരക്കി. നീ മുറ്റത്തുള്ള കാര്യം ഞാൻ അറിഞ്ഞു. എന്താച്ചാ? എടി, നിന്നെ വിളിച്ചപ്പോ ഞാനാ ഫോൺ എടുത്തേ. എന്റെ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരനൊന്ന് പരിങ്ങി. ആര്? ഒന്നും അറിയാൻ മേലാത്തതുപോലെ. എടി, നമ്മുടെ ഡോക്ടറെ, ഓ. ഡോക്ടർ രാജഗോപാൽ. നീ ഉടനെ ഹോസ്പിറ്റലിലോട്ടൊന്ന് ചെല്ലേ. എന്തിന്? അതെനിക്കങ്ങനെ അറിയാം. രണ്ടുപേരും ഡോക്ടർമാരാകുമ്പോ തമ്മി എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും. രോഗത്തെ പറ്റി, രോഗികളെ പറ്റി. ഇതുപോലെ എനിക്കറിയാവും. ചെല്ലി അങ്ങനെയോടെ നിന്നെയും കാത്തിരിക്കുക.
പിന്നെ ഞാനല്ല സൂചിപ്പിച്ച കാര്യത്തെ പറ്റിയും പുള്ളിക്കാരൻ വല്ലതും പറയാനുണ്ടെങ്കിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. നീ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി. ചെല്ലേ, ഈ ഉടുപ്പൊക്കെ ഒന്ന് മാറിക്കാൻ മോളെ. ചെല്ലു മോളെ, ചെല്ല്. ഹലോ, ഇത് ഞാനാ, തമ്പി മുതലാളിയാ. അല്ലല്ല, നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ബന്ധമല്ലല്ലോ. അതെ, എന്റെ മോക്ക് ഉടനെ ഡോക്ടർ ഒന്ന് കാണണമെന്ന്. ഓ, ഒന്നും അറിയാൻ മേലാത്ത പോലെ. രണ്ടുപേരും ഡോക്ടർമാരാകുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കാണും. രോഗത്തെ പറ്റി, രോഗിയെ പറ്റി. ഇതുവല്ല എനിക്കറിയാവോ? ഇവിടെ ഇപ്പൊ പേഷ്യൻസിന്റെ തിരക്കാണ്. അവള് പുറപ്പെട്ട് കഴിഞ്ഞു. ആ, നെഞ്ചരിച്ചില്ലല്ലേ? ഒരു കാര്യം ചെയ്യും, എരിവും പുളിയും തൽക്കാലം ഒഴിവാക്ക്. എണ്ണയും അധികം വേണ്ട. 2 ദിവസം മരുന്ന് കഴിക്കും. എന്നിട്ടും നെഞ്ചരിച്ചിൽ മാറുന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ. ശരി. ആ, ചെന്നാട്ടെ. വരട്ടെ. ഓ, എന്തൊരു വിരോധാഭാസം. ഒരു നെഞ്ചരിച്ചിരികാരൻ മറ്റൊരു നെഞ്ചരിച്ചിരികാരനെ കാണാൻ വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? ജെലിയൂസിൽ സിറപ്പ് കൊടുത്താലോ? വേണ്ടല്ലേ? വേറെ ഏതെങ്കിലും മരുന്ന് ഉണ്ടോ? എനിക്കറിയില്ല. ഇനി ഇടം തടിച്ച് നിൽക്കല്ലേ നിർമ്മലേ. ഒരു സമ്മേളനത്തിനുള്ള അത്രയും രോഗികൾ പുറത്തു നിൽപ്പുണ്ട്. ഈ നശിച്ചോമാർക്ക് പോകാൻ വേറെ ഒരു ആശുപത്രിയില്ല എന്റെ ഈശ്വര. അവർക്ക് കൈപ്പുണ്യമുള്ള ഡോക്ടർ മതിയല്ലോ. നല്ല പെരുമാറ്റം, വിദഗ്ധ ചികിത്സ, തമാശയുടെ വീക്ക്നെസ് നല്ലതുപോലെയുള്ള ആളാണ് ഈശ്വരൻ എന്ന് തോന്നുന്നു. ആയിരിക്കണം. നിർമ്മല എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ആ എരപ്പാളി തമ്പിയുടെ മോളുണ്ടല്ലോ, ലണ്ടൻകാരി യപാർച്ചിയസ്, അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. അവള് വന്നു പോകുന്നവരെ ഒരാളെ ഇങ്ങോട്ട് കടത്തിവിടരുത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവൾക്ക് പിടികൊടുക്കരുതല്ലോ. പ്ലീസ് ഒന്ന് മാനേജ് ചെയ്യണം. അവള് വന്നെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ, ഡോക്ടർ രാജ്ഗോപാൽ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ, ഗുഡ് മോർണിംഗ്. വരൂ. പുറത്ത് നല്ല ആൾക്കൂട്ടം ഉണ്ടല്ലോ. ഈ തിരക്കിനിടയിൽ സംസാരിക്കാൻ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം നിർമ്മലേ? ഇന്നലെ വന്നെന്നറിഞ്ഞു. കോഴ്സ് കഴിഞ്ഞല്ലേ? കഴിഞ്ഞോന്ന് പറയാം. സുഖാണോ? പരമസുഖം. ആ, ഞാനും പര ഡോക്ടറാ. ഈ ഡോക്ടർ എനിക്കിവിടെ ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഒട്ടുമിക്ക രോഗങ്ങളെ പറ്റിയും അതിനെ പറ്റിയ മരുന്നുകളെ പറ്റിയും നല്ലപോലെ പറഞ്ഞു തരുന്നുണ്ട്. Is it? He is really great. ഇന്നലെ സംസാരിച്ചപ്പോ എനിക്കത് ശരിക്കും ബോധ്യായി. അലോപ്പതി സൈക്കോളജി കമ്പൈൻ ചെയ്ത് ഒരു പ്രത്യേക രീതി തന്നെ ഡോക്ടർ കണ്ടെത്തിയിരിക്കല്ലേ? അതെ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ വരാം. ഇരിക്കൂ. ആ, എന്താണ് ഡോക്ടർക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? അല്ല, അച്ഛൻ പറഞ്ഞു. അതെ, അച്ഛൻ പറഞ്ഞു. അല്ലല്ല, ഞാനാ പറഞ്ഞത്. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ലണ്ടനിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, FRCS അല്ലല്ല MRCP, ഓ, ഒരു ഡോക്ടർ കൊച്ചിപ്പൻ. അവനെ പറ്റി ചോദിക്കാനായിരുന്നു. കണ്ടോ? അവനെ അവിടെ വെച്ച് കണ്ടോ? കൊച്ചിപ്പനോ? അതാരാ? അപ്പൊ കണ്ടില്ല. ഇതാണോ അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞത്? ഇത് ഫോണിൽ കൂടെ തന്നെ സംസാരിക്കായിരുന്നല്ലോ. ആകാമായിരുന്നു. അതോ വേറെ വല്ല സംസാരിക്കാനുള്ള മുഖവരിയാണോ ഇത്? എന്ത് മുഖവര? അച്ഛൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ തമ്മിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അത്രേ. ഞാനത് കേട്ട് ചിരിച്ചുപോയി. സ്വന്തം അച്ഛനെ പരിഹസിക്കാൻ പാടില്ലായിരിക്കാം. ബട്ട് ഈസ് റിയലി ഫണ്ണി. എങ്ങനെയുണ്ട് ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാൻ? എനിക്ക് മനസ്സിലായില്ല. ഞാനെന്താ അത്രയ്ക്ക് മോശമാണ്? ഇന്നലെയല്ലേ നമ്മൾ പരിചയപ്പെട്ടത്? അതുകൊണ്ട് ഒരു ദിവസത്തെ പരിചയം വെച്ചോണ്ട് ഓക്കെ ഞാൻ ഡോക്ടറെ കല്യാണം കഴിക്കാം എന്ന് പറയാനൊക്കുവോ? ശരിയാണ്, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഡോക്ടറോട് ബഹുമാനമുണ്ട്. എന്ന് വെച്ച് പരസ്പരം അറിയാതെയും മനസ്സിലാക്കാതെയും അതെന്തൊരു കല്യാണമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ ഡോക്ടർ. പക്ഷെ പ്രായപൂർത്തിയായ ഒരു മകളെ കുറിച്ചുള്ള അച്ഛനമ്മമാരുടെ വേവലാതി നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ല, നന്ദിനി പറഞ്ഞാണ് ശരി. ഒരു വിവാഹത്തിന്റെ കാര്യമാവുമ്പം എല്ലാം നന്ദിനിയുടെ ഇഷ്ടം. There you are.